കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് അതായത് സായി കൃഷ്ണ അച്ചായൻ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകനെ ഒരു ബിസിനസ്മാൻ ആണ്. അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കുറച്ച് ഭാഗം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അങ്ങനെ ചാരിറ്റി ചെയ്യുന്നതോട് കൂടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുവഴി അദ്ദേഹത്തിന് ഫെയിം കിട്ടുന്നുണ്ട്. അദ്ദേഹം 40ഓളം സ്വർണ്ണക്കടകൾ ഇതിനോടൊക്കെ ഓപ്പൺ ചെയ്ത് 40ഓളം വീടുകൾ ആളുകൾക്ക് കൊടുത്തു. അതുകൂടാതെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സായി. അദ്ദേഹം ഒരു കള്ളത്തരം ചെയ്തു എന്ന രീതിയിൽ ഒരു വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അതായത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീടിൽ ഗവൺമെന്റ് കൊടുക്കുന്ന വീട് അത് താനാണ് കൊടുത്തത്, താനാണ് പണിയെടുപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് സായി. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ സായിക്ക് നെഗറ്റീവാണ് അതിലൂടെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യന് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കുറച്ച് ഭാഗം ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു വലിയ നേട്ടമായിട്ട്, നല്ല കാര്യമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പൊ അതുപോലെയൊക്കെ തന്നെ ആളുകളെ സഹായിക്കാൻ കഴിയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനമായിരിക്കാം, പക്ഷെ അദ്ദേഹം ഉണ്ടാക്കുന്നത് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ആളുകൾ സഹായിക്കുന്നത്. പക്ഷെ ആ ഒരു സഹായത്തെ കുറച്ച് യൂട്യൂബർമാര് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഞാനും കണ്ടു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അച്ചായന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതുകൂടാതെ മറ്റൊരു വീഡിയോയും കൂടി ഇതിനകത്തുണ്ട്. അതായത് ചാരിറ്റിയുടെ പേരിൽ ഇദ്ദേഹം ഒരു പറ്റിക്കൽ നടത്തിയോ എന്നുള്ളതാണ്. ഒരു ശബ്ദ സന്ദേശം ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട്. ആദ്യം നമുക്ക് ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്, ഇത് മാത്രമല്ല ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ, കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിൽ നാളെ നിർത്തണമെങ്കിൽ ഇവര് പറഞ്ഞു തന്ന പള്ളയുടെ പേര് ഞാൻ നിർത്തില്ല. നിർത്തേണ്ട കാര്യമുണ്ടോ? ഈ കോടിക്കണക്കിന് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ? പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം കൊടുക്കുക. അവർക്ക് വന്ന് അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകും. അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. കാരണം എന്തിനാ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന്റെ നീക്കിയിരിപ്പിൽ നിന്നാണ് ആളുകളെ സഹായിക്കുന്നത്. അത്രമാത്രം സമ്പത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ചാരിറ്റി ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഒരുപാട് സമ്പത്തുള്ള ആളുകൾ ഒരാളെ പോലും തിരിഞ്ഞു നോക്കാതെ, ഒരാളെ നിങ്ങൾക്ക് അറിയണ്ടാവും, കാജ എന്ന് പറയുന്ന വലിയൊരു പണക്കാരൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ഇടിച്ചു കൊന്ന ഓർമ്മയില്ലേ? അതേപോലെ കുത്തിക്കഴപ്പുള്ള കുറെ ആളുകളുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരുപാട് ആളുകൾ സഹായിക്കുന്നു. തന്റെ വരുമാനത്തിൽ നിന്നാണ് ആളുകളെ സഹായിക്കുന്നത്. അതിന് ഇവർക്കൊക്കെ എന്താ എന്നുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യത്തിനോട് ചേർന്നതിലേക്ക് എനിക്കും തോന്നാറുണ്ട്. കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടതാണ്. വീഡിയോ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് സങ്കടം വരുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നുമില്ലാത്ത, ആര് തിരിഞ്ഞു നോക്കാനില്ലാത്ത പല ആളുകളെ സഹായിക്കുന്ന വീഡിയോസ് ആണ്. അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഒരു ഫെയിമിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ, അതിനെന്താ കുഴപ്പമുള്ളത്? അദ്ദേഹം അങ്ങനെ ഫെയിം ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നത്. ആ വരുമാനത്തിൽ നിന്നാണ് ആളുകൾ സഹായിക്കുന്നത്. ഇത് ഏതൊരു സാധാരണക്കാരന്റെയും തോട്ടാണ്. ഞാൻ ആ ഒരു തോട്ടിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ പറയാനുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാം. എന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. അച്ചായൻ ചെയ്ത് കൊടുത്തല്ലെന്ന് ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. ഇതിന്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി. ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കടയും ഞാൻ പണിതു. ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2 or 3 വീടുകൾ തറ പണിത വീടുകളായിരിക്കാം. അപ്പൊ അവരെന്നോട് കരിഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലൈഫ് മിഷൻ പദ്ധതിയുടെ ഒരു വീട് തറപ്പണി മാത്രമാണ് നടന്നിരുന്നത് എന്നാണ് ആൾ അവകാശപ്പെടുന്നത്. ആ ഒരു പണി ഞാൻ ഏറ്റെടുത്തു, ബാക്കി ഫുള്ള് തീർത്തു, അതിന്റെ എഗ്രിമെന്റ് പേപ്പർ അടക്കണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വാക്കുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സർട്ടിഫിക്കേഷൻ വേണോ എനിക്കറിയില്ല. എന്തായാലും പല ആളുകൾക്കും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീടുണ്ട്, അതേപോലെ ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന വീടുണ്ട്. ഇതൊക്കെ പല ഗഡുക്കളായിട്ടാണ് കിട്ടാറ്. ആദ്യം തറപ്പണി, പിന്നീട് ചുമരിൽ ഒരു ഡിൻഡൽ വാർപ്പ് വരെയുള്ളത് കിട്ടും. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളത് കിട്ടാറ്. ചില വർക്കുകളൊക്കെ പകുതി വെച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് തറയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ഫണ്ട് കിട്ടുക. ഇവിടെ ഏത് രീതിയിലുള്ള കാര്യമാണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീടാണെന്നാണ് ഇപ്പോ പല ആളുകളും പറയുന്നത്. എന്തോ ആവട്ടെ, ഇദ്ദേഹം ഇത്രമാത്രം ചാരിറ്റി ചെയ്തൊരു മനുഷ്യനാണ് കേട്ടോ. അതിനിടയിൽ നിന്നാണ് ഇങ്ങനെ ഒരൊറ്റ കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, ബാക്കി
പിന്നെ 40 ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ശത്രുക്കൾ ജുവലർക്കാരുണ്ട്, എന്റെ ഓപ്പോസിറ്റുള്ള ജുവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് വില കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്കത് സാരമില്ല, ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഓക്കെ, അപ്പൊ മറ്റുള്ള ആളുകൾ പണം കൊടുത്തിട്ടാണ് ചെയ്യിച്ചെന്ന് പറയുമ്പോൾ ഒരു വലിയ വിഡ്ഢിത്തരാണ്. കാരണം യൂട്യൂബിൽ നിന്ന് സായിക്കൊക്കെ കിട്ടുന്ന വരുമാനം നമ്മൾ പലപ്പോഴും കണ്ട് അദ്ദേഹം തന്നെ തുറന്നു പറയാറുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ പിന്നെ ഒരു സ്വർണ്ണക്കടക്കാരൻ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലൊന്നും കാര്യമില്ല, അതിന് മുകളിലേക്കൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോ കൊടുത്തിട്ട് താങ്കളെ ചവിട്ടി താഴ്ത്താൻ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സായി രണ്ടാമതൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നു. മിഷൻ പദ്ധതി അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അച്ചായനോട് അടുത്തൊരു ചോദ്യം. ഇത്രയും നേരം അച്ചായൻ പറഞ്ഞത് ഞാൻ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അച്ചായൻ ഉത്തരം ഉണ്ടോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. എഗെയിൻ അച്ചായന്റെ ഒരു ചാരിറ്റി വീഡിയോ ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഓക്കെ, ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണി ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇന്നൊരു വ്യക്തി ഈ വീഡിയോ അയച്ചെന്നിട്ട് പറയുന്നു, ഈ ചേച്ചി എനിക്കറിയാം, ഞാൻ ഇവരുടെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു, ആ കമന്റ് അപ്രത്യക്ഷമായി, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം തന്നെ. പിന്നെ ഒരു കമന്റ് ഇട്ടു, അത് അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അന്ന് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. അർഹിക്കുന്ന പണം അർഹതപ്പെട്ടവർക്ക് മാത്രം കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ കാണുന്ന അമ്മയും മകളെയും എനിക്ക് നന്നായി അറിയാം. ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്. ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. ഇവരുടെ മൂത്ത മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് പോലെ അവരുടെ ഭർത്താവ് മരിച്ചത് ക്യാൻസർ മൂലമല്ല. അച്ചായന് ഇവരുടെ കാര്യത്തിൽ തെറ്റുപറ്റിയോ ഇല്ലയോ എന്ന് അച്ചായൻ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് വലിയൊരു കാര്യമാണല്ലോ. ഈ ഒരു കാര്യം അച്ഛൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്താണെന്ന് അറിയില്ല. അതിലൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നെയാണ് തരേണ്ടത്. ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, വീടിന്റെ തറപ്പണി മാത്രം തീർന്നു, ബാക്കി ഞാൻ ഏറ്റെടുത്ത് ചെയ്തതാണെന്നുള്ളത്. പക്ഷെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടിയിരിക്കുന്നു. ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ഈ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 3 പേർക്കും ക്യാൻസർ ആണ്. അമ്മയ്ക്ക് ക്യാൻസർ, ഹസ്ബൻഡ് മരിച്ചുപോയി, 3 ക്യാൻസർ ആണ്. ഇതെന്താ വെള്ളം ചോറ് വിറ്റിട്ട് എന്റെ പറയുന്ന കണ്ണ് നിറയുന്നു. ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാൻ. ഇവർക്ക് എന്തെങ്കിലും എന്നാ പറയാ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഒരു ചിക്കൻ അല്ലെങ്കിൽ മീൻ കൂടി കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? പറ, എത്ര നാളായി കഴിച്ചിട്ട്? ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി തരാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ഫോൺ നമ്പർ മേടിച്ച് എന്നെ കൊണ്ട് ഇസാബിന്റെ ബാങ്ക് അക്കൗണ്ടും കൂടി ചേച്ച് അയാൾ തന്നെ ATM കാർഡും ഫോൺ നമ്പറും എല്ലാം അയാൾ കൊണ്ടുപോയി. എന്നിട്ട് 5 പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ല. നാട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ, അത് തെറ്റാണ്. സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യുക ആണെങ്കിൽ നാണമില്ലേ? ദൈവം നിങ്ങൾ ആരും പറ്റിക്കാതിരിക്കുക. ഇതുപോലെയുള്ള പാവങ്ങളെ വെച്ച് എന്തിനും നിങ്ങളുടെ കുടുംബം നിങ്ങളത് അനുഭവിക്കില്ല. ഈ വീഡിയോ ഞാൻ മുന്നേ കണ്ടതാണ്. ആ വീഡിയോ കാണുമ്പോൾ ഞാൻ കമന്റ് ബോക്സിലേക്ക് തീരെ പോവാറില്ല. സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ ചാരിറ്റി വീഡിയോസ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് അല്ലെ. നമ്മളെ കൊണ്ട് കഴിയാത്ത മറ്റൊരാളെ കൊണ്ട് കഴിയുമ്പോൾ അത് നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിരുന്നു. ആ കമന്റിലാണ് ആള് പറയുന്നത് ഇവര് ക്യാൻസർ രോഗിയല്ല, നുണയാണ്, അച്ചായനെ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നുള്ളത്. ഇനി അതേ മനുഷ്യൻ തന്നെ സായിക്ക് അയച്ച ശബ്ദ സന്ദേശമാണ്. സായിബ് മെസ്സേജ് അയച്ചതേ, ഞാനിപ്പോൾ അയച്ചിരിക്കുന്ന വീഡിയോ ഇല്ല അച്ഛൻ്റെ, അതൊരു 2-3 മാസം മുന്നേ കണ്ട പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എൻ്റെ റിലേറ്റീവ്സ് ആണ്. പക്ഷേ അവരെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു. അവർ ജസ്റ്റ് ഒരു രാവിലെ ശ്വാസം മുട്ടൽ കണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്നു കണ്ട് മരിക്കുകയായിരുന്നു. രാവിലെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ള, അല്ലാതെ ക്യാൻസർ ഒന്നും കിടന്നിട്ടൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന മൊത്തം കളത്തിലാണ്. പിന്നെ അവർക്ക് കടം താങ്ങാൻ പറ്റാതെ അവരുടെ മൂത്ത മകൻ ആത്മഹത്യ ശ്രമിച്ചിട്ട് ബന്ധു വീട്ടിലാണെന്ന് പറയുന്നു. അതും പറയുന്ന കളത്തിലാണ്. കാരണം ആ വീഡിയോ വന്നിരിക്കുന്ന സമയത്തും അത് 1-2 മാസം മുന്നേ ആണ് ആ പയ്യൻ ഗൾഫിൽ പോകുന്നത്. അവൻ ദുബായിലാണ് ഇപ്പോൾ ഇപ്പോഴും ദുബായിൽ തന്നെ ജോലി ചെയ്യുന്നത്. അവന് 2 ശേഷം 2 ആമ്പിളാറുണ്ട് എൻ്റെ താഴെ. അതിലൊരാൾ പമ്പിൽ നിൽക്കുന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നു. എല്ലാം വെറുതെയാണ്. പറഞ്ഞിരിക്കുന്ന മൊത്തം കളത്തിലാണ്. അത് അച്ചായൻ പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കും. അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കാം. ഞാൻ മെയിനായിട്ട് ഇത് അയക്കാൻ കാര്യം, ഞാൻ വായിക്ക് മെസ്സേജ് അയക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇവരെല്ലാം ഈ വീഡിയോയുടെ എല്ലാം താഴെ ഫസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നൊരു കമൻറ്റ് അതിന് കിടപ്പുണ്ട്. ഇതിലേക്ക് വീണ്ടും ആളുകൾ പൈസ അയച്ചുകൊണ്ടിരിക്കുക വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ആ പൈസ അയക്കുന്നത് അച്ചാനും ഇവരും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. ഓക്കെ, ഇതിന്റെ റിലേറ്റീവ് ആയിരുന്നത്രേ ആ ഒരു വീഡിയോയിലുള്ളത്. അവർ പറഞ്ഞൊക്കെ നുണയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു കാര്യം അറിയുമെങ്കിൽ കൃത്യമായിട്ട് ഒരു മറുപടി കിട്ടിയാൽ കൊള്ളാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി ചെയ്ത വീഡിയോസ് ലക്ഷക്കണക്കിന് ആളുകൾ കാണാറുണ്ട്. ഇതും കണ്ടിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ വീഡിയോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. രണ്ടാമത് താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, ആ ഒരു ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യം പറയുന്നത്. പക്ഷെ ഇപ്പോഴും അച്ചായന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ളതാണ്. കാരണം സ്വന്തം വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അറിയാതെ പെടുന്നതാണോ ഇനി അറിഞ്ഞുകൊണ്ട് പെടുന്നതാണോ നമുക്കറിയില്ല. എന്തൊക്കെ ആയാലും ജനങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ തോന്നുന്നു. കാരണം എന്നെ കൊണ്ട് കഴിയില്ല അത്രമാത്രം ആളുകളെ സഹായിക്കാൻ. കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാറുണ്ട്. അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ നല്ലൊരു കാര്യം ചെയ്യുന്നില്ലേ എന്നൊരു വലിയ ചോദ്യമാണ് അവിടെ.
ഇനി അതിലൂടെ വല്ല വെട്ടിപ്പോ തട്ടിപ്പോ നടത്തുന്നുണ്ടെങ്കിൽ സർക്കാരാണ് അന്വേഷിക്കേണ്ടത്. അത് സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി സന്ദീപ് ഇടപ്പോൾ ഐഡിയിലൂടെ ഒക്കെ അയച്ചു തന്നാൽ നമുക്കത് പരിശോധിക്കാം, നമുക്കത് കഴിയുമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്, അത് നിർത്താതിരിക്കുക. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഓക്കെ ആ ഒരു കാര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ മനുഷ്യനെ പിന്നിൽ നിന്ന് കുത്തല്ലടേ എന്ന് പറയുന്ന ആളുകൾ, അധികം ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലൊന്നുമില്ല. ഒരു സഹായം ചെയ്യുന്നു, ആ ഒരു വീഡിയോ അദ്ദേഹം ചെയ്യുന്നു, അതിനെന്ത് തെറ്റാണെന്ന് മാത്രം നമ്മൾ കാണുള്ളൂ. ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇത്രയും നാളില്ലാത്തൊരു കാര്യം ഇപ്പൊ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ വന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഓരോ ആളുകൾ പുറത്തേക്ക് വരുന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് തെളിവ് സഹിതമാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്കത് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ സായിയുടെ വീഡിയോയിലും കേട്ടത് ഒരു ശബ്ദ സന്ദേശമാണെന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാണോ തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇല്ലാതാക്കുന്നത്? പിന്നെ 2-3 വീട് തറകൾ കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു, അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നേ. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്, ഇത് മാത്രമല്ല ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവര് പറഞ്ഞു തന്ന പിള്ളേരുടെ പേര് ഞാൻ നിർത്തേണ്ട കാര്യമുണ്ടോ? ഈ കോടിക്കണക്കിന് ജനങ്ങളെല്ലാം സ്നേഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തിന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കൂടെ നിൽക്കുന്നത്. ഇത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മളും ആ ഒരു കാര്യത്തിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരാതിപ്പെടും, അന്വേഷണങ്ങൾ നടക്കട്ടെ. എന്നിട്ട് അദ്ദേഹം തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കൂടെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കും. അതുവരെ നമുക്ക് ഇദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി, നന്മ, അതിനെ മൂടി വെക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല. ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്റെ ജീവിച്ചു പൊക്കോട്ടെ എന്റെ വഴിയെ. എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലേ? ഇനിയും ചെയ്യാനില്ല കുറെ കാര്യം, നമുക്ക് ചെയ്യണ്ടേ? ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ. അവരെ എന്തിനാ വെറുതെ? എത്രയോ പേരെ വിമർശിക്കാനുണ്ട്, എന്നെ എന്തിനാ വിമർശിക്കുന്നത്? ഓക്കെ, ഇപ്പൊ സായിയൊക്കെ നമ്മളെ പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഫാക്ട് കൃത്യമായി അറിയാതെ വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് സായിനെതിരെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹം ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് പറയാണ്. അപ്പോ ആ ഒരു ശബ്ദ സന്ദേശം അത് യഥാർത്ഥമാണോ എന്നുള്ളത് അറിയില്ല. അതുകൂടാതെ തന്നെ ആ ഒരു സ്ത്രീ ക്യാൻസർ രോഗിയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായിട്ട് ഇങ്ങനെ നുണ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഒരു സംശയത്തിന്റെ ദൃഷ്ടി നിൽക്കുന്നു. അതൊക്കെ ഇനി അച്ചായന് ഈ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ തരാൻ കഴിയുമെങ്കിൽ തന്നാൽ നന്നായിരിക്കും. വിത്ത് എവിഡൻസ് ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അച്ചായൻ ചെയ്യും, ഒരു മടിയും കൂടാതെ. ദൈവമുണ്ട് എന്റെ മുന്നിലായിട്ട്, എനിക്ക് ചെയ്യും. ഒന്നും ഉള്ളവനായിട്ടല്ല, ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതും. പക്ഷെ ഇപ്പൊ ഒത്തിരി ഉണ്ടായിട്ടുമല്ല ചെയ്യുന്നതും. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആ പണപ്പെട്ട അദ്ദേഹം ചാരിറ്റി ഒരിക്കലും നിർത്തില്ല എന്നാ പറയുന്നത്. ചാരിറ്റി ചെയ്യുന്ന ആരും അത് നിർത്തരുത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാനൊരു ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. എനിക്കറിയാം ആ ഒരു വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. നിലത്ത് കിടന്നുറങ്ങണം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മളൊക്കെ അത് അനുഭവിച്ചു വന്നൊരു മനുഷ്യന്മാരാണ്. അതുകൊണ്ടൊക്കെ തന്നെ അത്തരം വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ വീട് വെച്ച് കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഒരു സമാധാനമുണ്ട്. നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീട്ടിലേക്ക്, നല്ലൊരു വീട്ടിലേക്ക് മാറുന്നത്. ആരും സഹായിക്കാനൊന്നും ഇല്ലായിരുന്നില്ല. അപ്പോൾ സഹായിക്കാൻ ആരെങ്കിലൊക്കെ വരിക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അയാൾ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിലാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ക്രൂശിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. 2 ദിവസം മുമ്പ് വന്ന വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്തില്ല. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നന്മകൾ ചെയ്യുന്നുണ്ട്. അയാൾ ചെയ്യുന്ന വലിയൊരു ഇല്ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിൽ സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.